ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യം ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഡൽഹിയിൽ നടക്കുന്ന CJPയുടെ പ്രൊട്ടസ്റ്റ്. മലയാളം മീഡിയസ് ഒക്കെ ഇന്നലെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെപ്പറ്റി ഒരു ചർച്ചയൊക്കെ ആരംഭിക്കുന്നത് ഇന്നലെയാണ്. പല സ്ഥലങ്ങളിലും പ്രതിഷേധവും കുറേ ആളുകളൊക്കെ സപ്പോർട്ടൊക്കെ ആയിട്ട് വരുന്ന കണ്ടു. പക്ഷെ ഇപ്പോഴും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആളുകൾ, എന്താണ് അവിടെ നടക്കുന്നത് എന്നൊന്നും ഒരു പിടുത്തമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതെങ്ങനെ തുടങ്ങി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രൊട്ടസ്റ്റിന്, ഈ ഒരു സ്ട്രൈക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് സിനിമാ ഫീൽഡിൽ നിന്നും നമ്മുടെ സോഷ്യൽ മീഡിയ ഫീൽഡിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നുമൊക്കെ അവിടെ ഡൽഹിയിലൊക്കെ രഞ്ജിനി ഹരിദാസ് ഒക്കെ ഡൽഹിയിൽ ചെന്നു, ജന്തർ മന്ദറിൽ പോയിട്ട് അവിടെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അന്നേരം എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് CJP എന്താണെന്ന് അറിയണം, CJP പാർട്ടി എന്താണെന്ന് അറിയണം, കോക്രോച്ച് ജനതാ പാർട്ടി ഇതെങ്ങനെ ഉണ്ടായി, അത് ഉണ്ടാവാനുള്ള സാഹചര്യത്തെയൊക്കെ പറ്റി ഞാൻ വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഏറ്റവും അവസാനം എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. 2026 മെയ് 15 സുപ്രീം കോടതിയിൽ നടന്ന ഒരു ഹിയറിംഗിനിടയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ പാറ്റകളെ പോലെ ആയിരുന്നു. ആ ഒരു പാറ്റ എന്ന് പറയുന്ന വേർഡ്, കോക്രോച്ച് എന്ന് പറയുന്ന വേർഡ് അങ്ങ് പല ആളുകൾക്കും കൊണ്ടു. ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നു. ആ സമയത്ത് US പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യക്കാരൻ അഭിജിത്ത് ദീപ്കെ CJP എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ ഒരു പാർട്ടിയുടെ തുടക്കം. അതിപ്പം ജന്തർ മന്ദറിലെ ഇതുവരെ ഇന്ത്യ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ഏറ്റവും വലിയ സ്റ്റുഡൻസിന്റെ സ്ട്രൈക്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചീഫ് ജസ്റ്റിസ് ഈ ഒരു പ്രസ്താവന പറഞ്ഞ സമയത്തായിരുന്നു നമ്മുടെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലമ്പ് പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം നമ്മുടെ യുവജനങ്ങൾ ഇവിടെ ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് തേരാപ്പാരം നടക്കുന്നു. എന്നിട്ട് ആ സിസ്റ്റത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ നമ്മളെ നോക്കി കളിയാക്കുന്നു, പാറ്റകൾ എന്ന് വിളിച്ച്. ഇപ്പം ആ പാറ്റകളുടെ ഏറ്റവും വലിയ പവറാണ് ഗവൺമെന്റ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും പാറ്റകളല്ല, പാറ്റകളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും നടക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് കുറെ നല്ല കാര്യങ്ങളുണ്ട്, കുറെ മോശവശങ്ങളുണ്ട്. നമുക്കെല്ലാം നോക്കാം. എല്ലാ രീതിയിലും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ഇവരുടെ ഈ ഒരു മൂവ്മെന്റിനെ ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. കാരണം ഇനിയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ താറുമാറാവാൻ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ ഭാവിയുടെ കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ്, ഇതിനൊരു സൊല്യൂഷൻ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ കാരണം ഇത് നീറ്റിന്റെ ഒരു പരീക്ഷ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നടക്കുന്ന ഒരു പ്രതിഷേധമല്ല. വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ആകത്തുകയാണ്. ഇല്ല, ഇങ്ങനെ കുമിഞ്ഞുകൂടി ഏറ്റവും അവസാനം ഒന്ന് പൊട്ടി പുറത്തു വരത്തില്ലേ, അതുപോലെ വന്ന ഒരു മൂവ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നീറ്റ് ഉൾപ്പെടെയുള്ള പല പരീക്ഷകളുടെയും ചോദ്യ പേപ്പർ ചോരുന്നത്, പരീക്ഷകൾ റദ്ദാക്കപ്പെടുന്നു, റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ. നമ്മളും പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി എന്താ പറയാ, ജോലി ഉറപ്പിച്ച ജോലിയിൽ നിന്നൊക്കെ തെറിച്ച് മാറിപ്പോയവരുത്തനാണ് ഞാനും. അപ്പൊ എന്തുമാത്രം ക്രമക്കേടുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരുത്തനാണ്. അതുപോലെ തന്നെ ഒരു പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വന്ന് നമ്മൾ ഇന്ന് കിട്ടും നാളെ ജോലി കിട്ടും എന്നൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അവസാനം മൂക്കി പല്ല് വിളിച്ച് ചവറാകുമ്പോഴായിരിക്കും ജോലി കിട്ടുന്നത്. സോ ഇതെല്ലാം കാരണം വിദ്യാർത്ഥികൾ മാനസികമായി ഡിപ്രസ്ഡ് ആവുകയാണ്. അവർക്കൊരു ഹോപ്പ് ഇല്ലാതാവുകയാണ്. പലർക്കും ഈ പരീക്ഷാ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. സോ ഇതൊക്കെ കാരണം CJP ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന എന്ന് വെച്ചാൽ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സമരം നടത്തുന്നതിന്റെ ആവശ്യങ്ങൾ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഫസ്റ്റ് ആവശ്യം അതാണ്. പരീക്ഷാ ക്രമക്കേടുകളെ പറ്റിയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണം. പരീക്ഷാ സംവിധാനത്തിൽ ദീർഘകാല പരിഷ്കാരങ്ങൾ വേണം. ഇതിനെല്ലാം ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഇവരുടെ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ സ്ട്രൈക്ക് നടത്താൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ അധികമായി. ഇപ്പോഴാണ് ഇത് ജനങ്ങളിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യ മൊത്തം ചർച്ചാ വിഷയമാവുന്നത്. ഇത്രയും ഒക്കെ പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഒരു ചർച്ചയ്ക്ക് തന്നെ ഇവർ വിളിക്കുന്നത്. ഇവരുടെ ഈ ഒരു സമരം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചതിന്റെ കാരണം സോനം വാങ്ചുക്കിന്റെ എൻട്രിയാണ്. സോനം വാങ്ചുക്ക് ഈ ഒരു സ്ട്രൈക്കിന്റെ ഭാഗമായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കേന്ദ്രം നടപ്പിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം വന്ന് നിരാഹാര സമരം തുടങ്ങി. 10-20 ദിവസം നിരാഹാര സമരം
കടന്നു. ഈ കുട്ടികളുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഇദ്ദേഹം നിരാഹാര സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് കാരണമാണ് ഈ ഒരു സമരം ദേശീയ തലത്തിൽ ചർച്ചയാവുന്നത്. ഇനി ആരാണ് ഈ സോനം വാങ്ചുക്, എന്താണ് ഇദ്ദേഹത്തിന്റെ റോള് എന്നൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടാവും. ആരാണ് സോനം വാങ്ചുക് എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിന് പറയേണ്ടതുണ്ട്. ഇനി ആരാണ് ഈ സോനം വാങ്ചുക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇദ്ദേഹം ഫേമസ് ആവുന്നത്. 3 Idiotsലെ ഏറ്റവും അവസാനത്തെ നമ്മുടെ പുങ്ഷുക് വാങ്ഡു ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആണെന്നുള്ള രീതിയിൽ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഏതാണ്ട് അതുപോലത്തെ ഒരു പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം കാഴ്ചവെക്കുന്നതെങ്കിൽ പോലും ഇതിന്റെ സിനിമയുടെ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ അമീർ ഖാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അല്ല, അദ്ദേഹത്തിനെ കണ്ടിട്ട് എഴുതിയ ക്യാരക്ടർ അല്ല എന്ന്. പക്ഷെ സ്റ്റിൽ എല്ലാവരും പല ആളുകളും ബിലീവ് ചെയ്യുന്നത് ഈ സോനം വാങ്ചുക് ആണ് 3 Idiotsന്റെ അവസാനത്തെ അമീർ ഖാൻ കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ എന്നാണ്. കാരണം ഏതാണ്ട് റിയൽ ലൈഫിൽ ഈ പുള്ളി അതേപോലൊക്കെ തന്നെയാണ്. ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഡാക്കിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിക്ക് പകരം പ്രായോഗികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി അദ്ദേഹം വികസിപ്പിച്ചു. നമ്മൾ മറ്റേ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ടല്ലോ ഏറ്റവും അവസാനം ഇദ്ദേഹം തുടങ്ങിയ ഒരു സ്കൂള്, ഏതാണ്ട് അതുപോലൊക്കെയുള്ള ഒരു സെറ്റപ്പ്. പിന്നെ ഐസ് തൂപ്പ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുരുകുന്ന പ്രദേശങ്ങളിൽ വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് ഹിമാനികൾ നിർമ്മിക്കുന്ന ആശയം ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തു. പിന്നീട് ഈ ഉയർന്ന പർവ്വത മേഖലയിലുള്ള ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട് പല സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഇദ്ദേഹം പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 2018 രാമൺ മക്സേസെ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കടന്നുവരവോടുകൂടിയാണ് ഈ ഒരു സമരം ഒന്ന് നല്ല രീതിയിൽ ദേശീയ തലത്തിൽ ചർച്ചയാവുന്നത്. ഇദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ കുറെ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ്, സ്കാം, അങ്ങനെ പല ആരോപണങ്ങളും അല്ലെങ്കിൽ ഇദ്ദേഹം ജയിലിൽ കിടന്നിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊങ്ങി വന്നു. ഇദ്ദേഹം ഉടായിപ്പാണ് എന്നുള്ള ഒരു നറേഷനൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധൻ എന്നുള്ള ഒരു ആരോപണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ 26 ഇദ്ദേഹത്തെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ജയിലിലിട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 സെപ്റ്റംബർ 24 ലഡാക്കിലെ ലേയിൽ നടന്നൊരു പ്രതിഷേധം. ഈ പ്രതിഷേധം ഒരു അക്രമാവസ്ഥയിലോട്ട് പോവുകയും പോലീസ് വെടിവെക്കുകയും 4 പേര് മരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കാരണം, സംസാരം കാരണം പൊതുസമാധാനം തകർക്കുന്ന തരത്തിൽ, അക്രമത്തിന് ആഹ്വാനം നടക്കുന്ന തരത്തിൽ ഇദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. എന്നാലും സോനം വാങ്ചുക്കിന്റെ നിലപാട് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ താൻ അക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല, സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം മാത്രമാണ് ഞാൻ നയിച്ചത്. ഈ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഇദ്ദേഹത്തെ അകത്തിട്ടത്, തടങ്കിലാക്കിയത് രാഷ്ട്രീയ പ്രേരിത നടപടിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. ഇദ്ദേഹത്തെ തടങ്കിലാക്കിയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. തന്റെ പ്രസംഗം തെറ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്ന് സോനം വാങ്ചുക് സുപ്രീം കോടതിയിൽ വാദിച്ചു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോയും ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ സമർപ്പിച്ചു. 2025 സെപ്റ്റംബർ 26 മുതൽ 2026 മാർച്ച് 14 വരെ ഇദ്ദേഹം ജയിലിൽ കിടന്നു. ഏകദേശം 170 ദിവസം. രാജസ്ഥാനിലെ ജോധ്പൂർ സെൻട്രൽ ജയിലിലാണ് കിടന്നത്. എന്നാൽ 2026 മാർച്ച് 14 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇദ്ദേഹത്തിന്റെ NSA തടങ്കൽ പിൻവലിച്ചു. കോടതി ഇദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ NSA തടങ്കൽ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിച്ചതിന് ശേഷമുള്ള തടങ്കലല്ല ഇത്. ഭാവിയിൽ പൊതുസമൂഹത്തിന് ഭീഷണിയാകുമെന്ന് ഭരണകൂടം കരുതുകയാണെങ്കിൽ ആ വ്യക്തിയെ പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട്. അതാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നടന്നത്. എന്താണെങ്കിലും ഈ ഒരു കേസിൽ ഇദ്ദേഹത്തെ, ഈ ജയിലിൽ കിടന്ന കേസിൽ ഇദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിനെതിരെ വന്ന രണ്ടാമത്തെ ആരോപണം വിദേശ ഫണ്ടിങ്ങിനെ പറ്റിയുള്ള ആരോപണമാണ്. വിദേശ സംഘടനകളിൽ നിന്ന് അനധികൃതമായിട്ടുള്ള ഫണ്ടിങ് വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ. പക്ഷേ അന്വേഷണം നടന്നിട്ടുണ്ട്, ബട്ട് ഒരു തെളിവുകളും ഇദ്ദേഹത്തിനെതിരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ അടുത്ത ആരോപണം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം. ഈ ആരോപണത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നടന്ന ഒരു ഹിമാലയൻ കാലാവസ്ഥ സമ്മേളനത്തിൽ ഇദ്ദേഹം പോയി പങ്കെടുത്തു. ഇത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. എന്നാൽ വാങ്ചുക്കിന്റെ പ്രതികരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മേളനം മാത്രമായിരുന്നു. ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടാണ് പുള്ളി പങ്കെടുത്തതെന്നാണ് പുള്ളി പറയുന്നത്. ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രവർത്തനവും ഞാൻ അവിടെ നടത്തിയിട്ടില്ല. ഇതാണ് പുള്ളിയുടെ മറുപടി. പിന്നെ അടുത്തത് ഫിനാൻഷ്യൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അതിനും തെളിവുകളൊന്നും കണ്ടെത്തിയതായിട്ട് പറയുന്നില്ല. ചുരുക്കി പറഞ്ഞ ഇദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങളും കേസുകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് വന്നു. അവിടെ ഇദ്ദേഹം നിരാഹാര സമരം നടന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കെതിരെയാണോ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് അവര് ഈ സാധനങ്ങളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവർക്കും
എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ ഉണ്ടാവും. ആരും ഫ്രീ ആയിട്ട് പോയി തല്ലുകൊണ്ട് അവിടെ പട്ടിണി കിടക്കുന്നൊന്നും ആയിരിക്കത്തില്ല. മനസ്സിലായോ? സോ എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും നമുക്ക് ഇതിന്റെ മെറിറ്റ് മാത്രം ചിന്തിച്ചാൽ മതി. ഈ പട്ടിണി കിടക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഈ സമരം നടക്കുന്ന ആളുകൾക്കോ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കുന്നതിനേക്കാൾ ഉപരി ഈ ഒരു പ്രൊട്ടസ്റ്റിൽ അത് സത്യസന്ധമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണോ, അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഗുണമുള്ളതാണോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് മാത്രമേ, ആ ഒരു മെറിറ്റ് മാത്രമേ ഞാൻ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ കാണുന്നുള്ളൂ. അപ്പം ഇനി പ്രൊട്ടസ്റ്റിനെ പറ്റി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് സോനം വാങ്ചുക്കിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഇപ്പോൾ സോനം വാങ്ചുക്ക് ആരാണ്, അദ്ദേഹത്തിന് ഇവരുള്ള ആരോപണങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ്. എന്തുകൊണ്ട് ജന്തർ മന്ദർ? വർഷങ്ങളായിട്ട് ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന വേദിയാണ് ജന്തർ മന്ദർ. അതുകൊണ്ടാണ് ഈ CJPയും അവിടെ തന്നെ ഇവരുടെ ഫസ്റ്റ് പ്രതിഷേധം തുടങ്ങുന്നത്. ഈ CJP പാർട്ടിയുടെ പ്രതിഷേധങ്ങളെല്ലാം ആദ്യം ഓൺലൈൻ വഴിയായിരുന്നു. ഇവരുടെ ഇൻസ്റ്റാഗ്രാം BJPക്കാരെക്കാളും കോൺഗ്രസിനെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് വന്നു. ഓൾമോസ്റ്റ് 20 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് വന്നതിന് ശേഷം അത് അടിച്ച് വെളിയിൽ കളയുണ്ടായി. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എടുത്ത് കളയാൻ വലിയ പാടൊന്നുമില്ല. പവറും പൊളിറ്റിക്സും ഒക്കെ കയ്യിലുള്ളപ്പം അത് വലിയ കാര്യമുള്ള കാര്യമല്ല. കാരണം ഇന്നലെ വന്ന ഒരു പാർട്ടി BJPക്കാരെക്കാളും കോൺഗ്രസിനേക്കാളും ഫോളോവേഴ്സ് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കിക്കാൻ പറ്റുന്ന പരിപാടിയല്ല. അത്രയും കാലം ഇത് ഓൺലൈൻ വഴിയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്, പ്രതിഷേധങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവരുടെ ഈ ഒരു പ്രതിഷേധത്തിന് വലിയ സപ്പോർട്ട് കിട്ടിയെ തുടർന്ന് ഈ സംഭവങ്ങളെല്ലാം പിന്നെ ഓഫ്ലൈൻ ആവാൻ തുടങ്ങി. 2026 ജൂൺ 6 ജന്തർ മന്ദറിൽ, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വെച്ചിട്ട് ഇവരുടെ ആദ്യത്തെ ഓഫ്ലൈൻ പ്രതിഷേധം നടന്നു. ആയിരക്കണക്കിന് പിള്ളേരത് പങ്കെടുത്തു. വലിയ മീഡിയാസ് ഒന്നും ആ സമയത്ത് വലിയ കവർ ചെയ്യാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം മുക്കി, ന്യൂസ് ഒക്കെ പല മീഡിയാസും മുക്കി. ജൂൺ 20 ഇവര് ജന്തർ മന്ദറിൽ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് ഇവർ പ്രഖ്യാപിച്ചു, ഇത് വിട്ടുവിട്ടുള്ള പ്രതിഷേധങ്ങളല്ല, നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ നമ്മൾ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജൂൺ 28 വാങ്ചുക്കിന്റെ കടന്നുവരവ്. പുള്ളി നിരാഹാര സമരം ആരംഭിക്കുകയാണ്. ജൂലൈ 1 സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഡേ 4 കടന്നു. മീഡിയാസിന്റെ അറ്റൻഷൻ കൂടി. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജന്തർ മന്ദറിലോട്ട് വരികയാണ്. ഈ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോട് CJP പ്രവർത്തകർ സമാധാനപരമായിട്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരുപാട് വിദ്യാഭ്യാസ സംഘടനകൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. അടുത്ത ദിവസം ജൂലൈ 3 സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് വരികയാണ്. ഡോക്ടേഴ്സിന്റെ നിരീക്ഷണം ശരീരഭാരം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഈ ഒരു സമരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആപത്താണ്. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ പ്രക്ഷോഭകർ പറഞ്ഞെങ്കിൽ പോലും സോനം വാങ്ചുക്ക് ഇത് കേട്ടില്ല. പുള്ളിയുടെ പരിപാടി തുടർന്നു. നെക്സ്റ്റ് ഡേ പ്രക്ഷോഭകരുടെ എണ്ണം വീണ്ടും കൂടി. നിരവധി വിദ്യാർത്ഥികൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡൽഹിയിലോട്ട് വന്നു. സ്വമേധയാ സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സും മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ പ്രതിഷേധ സ്ഥലത്തെത്തി. ഈ CJP നേതാവ് അഭിജിത് ദീപ്കെ മീഡിയാസിനോട് അന്ന് പറഞ്ഞ കാര്യം, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമല്ല, ഇത് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇതുകൊണ്ടാണ് ഇത്രയും യുവജനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അവിടെ വന്ന ആളുകൾക്ക് എല്ലാവർക്കും പാർട്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. ഇതൊരു BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് വോട്ട് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. BJP കോൺഗ്രസ് ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു സപ്പോർട്ടൊന്നും കിട്ടത്തില്ല ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന്. ഇത് ഒരു പാർട്ടിയും ഇല്ല, പാർട്ടി ഇല്ലാത്തവന്റെ പാർട്ടിയാണ് CJP. അതാണ് എനിക്ക് തോന്നുന്നത്. ജൂലൈ 6 ആയപ്പോഴത്തേക്ക് ഡൽഹി പോലീസിന്റെ എണ്ണം കൂടി. കാരണം പ്രതിഷേധക്കാരുടെ എണ്ണം അവരുടെ കയ്യിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടി വരികയാണ്. സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പാർലമെന്റ് സമ്മേളനം അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസ് അവിടെ ഒരുപാട് വിന്യസിക്കാൻ തുടങ്ങി. ആ സമയത്തൊന്നും ഈ അടിപിടിയൊന്നും വലിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ സമാധാനപരമായിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജൂലൈ 7 ആയപ്പോൾ ഇദ്ദേഹത്തിന്റെ, ഈ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വീണ്ടും മോശമായി തുടങ്ങി. ഡോക്ടേഴ്സ് വന്നു പറഞ്ഞു നിരാഹാര സമരം അവസാനിപ്പിക്കണം. ഇദ്ദേഹം കേട്ടില്ല. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ ഞാനിത് തുടരും എന്ന് പറഞ്ഞ് പുള്ളി വീണ്ടും നിരാഹാര സമരം തുടർന്നു. ഒരുപാട് ആളുകൾ ഇവരുടെ ഈ ഒരു സ്ട്രൈക്ക് സമരം സപ്പോർട്ട് ചെയ്ത് പ്രമുഖർ രംഗത്ത് വരികയുണ്ടായി. ഇപ്പൊ അതിനകത്ത് കട്ടയ്ക്ക് നിൽക്കുന്നത് പ്രകാശ് രാജ്, തമിഴ് ആക്ടർ പ്രകാശ് രാജാണ്. ആദ്യം പുള്ളി അവിടെ വന്ന് അവർക്ക് പിന്തുണ നൽകിയിട്ട് പോയിരുന്നു. അതിനുശേഷം ഈ സോനം വാങ്ചുക്കിനെ ഇവർ തട്ടിയെടുത്തോണ്ട് പോകും ഇയാടെ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോനം വാങ്ചുക്ക് പോയതിനു ശേഷം പ്രകാശ് രാജ് ഫുൾ ടൈം പിന്നെ അവിടെ ആയിരുന്നു. അങ്ങനെ പ്രകാശ് രാജ് വന്നു, പിന്തുണ പ്രഖ്യാപിച്ചു. പ്രകാശ് രാജ് പറഞ്ഞ കാര്യം, കുട്ടികളുടെ വാക്കുകൾ ഗവൺമെന്റ് കേൾക്കണം, ഇത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന സമരമാണ്, ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പ്രകാശ് രാജ് ഈ ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ജൂലൈ 12 ആയപ്പോഴത്തേക്ക് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം 2ാമത്തെ ആഴ്ചയിലോട്ട് കടക്കുന്നു. ശരീരഭാരം 7 കിലോ കുറഞ്ഞു. ശരീരത്തിലെ ബ്ലഡ് ഷുഗർ സാധാരണ നിലയേക്കാൾ ഒരുപാട് താഴ്ന്നു. ഡോക്ടർ വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ പറയുകയാണ്. പുള്ളി കേട്ടില്ല. ജൂലൈ 15 ആയപ്പോഴത്തേക്ക് ശരീരഭാരം ഏതാണ്ട് 8.5 കിലോയോളം കുറഞ്ഞു. ജൂലൈ 16 ആയപ്പോഴത്തേക്ക് ഡോക്ടർമാർ നിർദ്ദേശം നൽകി ഇനിയും ഇദ്ദേഹം ഈ നിരാഹാര
സമരം തുടർന്നു കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിനെ ഇതെല്ലാം ബാധിക്കും, പണി വാളും എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് നിർദ്ദേശം നൽകി. ദ നെക്സ്റ്റ് ഡേ ജൂലൈ 17 ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ വെയിറ്റ് 9.5 കിലോ കുറഞ്ഞു. അടുത്ത ദിവസം ജൂലൈ 18 ആയപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് ഇദ്ദേഹത്തിനെ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് വിലയിരുത്തുകയാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഹോസ്പിറ്റലിലോട്ട് മാറ്റണം എന്നുള്ളതാണ് ഡോക്ടേഴ്സിന് നിർദ്ദേശം. കാരണം ഇദ്ദേഹത്തിന്റെ പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ ഗുരുതരമായിട്ട് കുറയാനുള്ള സാധ്യതകൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അന്നേരം അതേ ദിവസം തന്നെ ജൂലൈ 18 ഇദ്ദേഹത്തിന്റെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് 21 ദിവസം അന്ന് ആവുകയാണ്. 21ാമത്തെ ദിവസം ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ്. ഇത് വെറുതെ അങ്ങ് മാറ്റിയതല്ല, വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി ഇദ്ദേഹത്തിനെ പോലീസ് വന്ന് മാറ്റിയപ്പോൾ. ജൂലൈ 18 ശനിയാഴ്ച പോലീസ് ജന്തർ മന്ദറിലെത്തി, പുലർച്ചെ എത്തി, ഒരു വെള്ള തുണിയൊക്കെ വലിച്ചു കെട്ടി അതിന്റെ മറവിലാണ് ഇദ്ദേഹത്തിനെ സ്ട്രക്ചറിനകത്താക്കി കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തെ മാറ്റുന്ന സമയത്ത് അവിടെ ഫുള്ളുമാര് ഫോണൊക്കെ ജാം ചെയ്തിട്ടാണ് മാറ്റിയത്. വലിയ പ്രതിഷേധം ഉണ്ടായി, പക്ഷെ ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോയി. ഈ മാറ്റുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് ജൂലൈ 16 ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാറ്റിയത്, സമരം തകർക്കാനോ അവസാനിപ്പിക്കാനോ ഉള്ള ലക്ഷ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ വാദം. എന്നാലും CJPയുടെ ലീഡറായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ നടന്ന നിർബന്ധിതമായിട്ടുള്ള ഒരു നീക്കമാണിത്, പ്രതിഷേധത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സർക്കാർ ചെയ്ത പരിപാടിയാണെന്നാണ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്. സോനം വാങ്ചുക്ക് പോയപ്പോഴത്തേക്ക് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ അവൻ സ്വയം നിരാഹാര സമരമൊക്കെ കിടക്കാൻ വേണ്ടി പോയി. പക്ഷെ അവൻ 1 ദിവസം 2 ദിവസം കൊണ്ട് കിടന്നിട്ട് അവനങ്ങ് നിർത്തി. മനസ്സിലായി കാണും ഇത് വലിയ പരിപാടിയാണ് എന്ന്. പിന്നീട് അവൻ പറഞ്ഞത് ഞാനും കൂടെ ഇങ്ങനെ നിരാഹാര സമരം നടന്നു കഴിഞ്ഞാൽ ഇതിന് നേതൃത്വം കൊടുക്കാൻ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിരാഹാര സമരം നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനങ്ങ് നിർത്തിയത്. ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞൊരു ഷൊണ്ണേഷാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം ഇവൻ ലോട്ടറി അടിച്ചതാണ്, ഇവൻ പോലും അറിയുന്നില്ലായിരുന്നില്ല ഈ CJP എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുമെന്ന്. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവ് ഉണ്ടായിട്ട് കയറി വന്നൊന്നുമല്ല. ഇവന് മറ്റേ പൊട്ടൻ ലോട്ടറി അടിച്ച സെറ്റപ്പിൽ എങ്ങാണ്ട് ഇവൻ നേതാവായതാണ് ഇതിന്റെ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വിഷനോ മാങ്ങാണ്ടിയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോനം വാങ്ചുക്ക് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയെങ്കിലും പുള്ളി അവിടെയും നിരാഹാര സമരം തുടരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനുശേഷം ജൂലൈ 20 ഇവർ സൻസദ് ചലോ എന്ന് പറയുന്ന ഒരു മാർച്ചുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ മാർച്ചിനിടയിൽ നടന്ന അടിയും മഴക്കമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത്. ഇതൊരു സമാധാനപരമായിട്ട് നടത്തുന്ന ഒരു മാർച്ചായിട്ടാണ് ഇവർ ആദ്യം മുന്നോട്ട് വരുന്നത്, പിന്നീട് അത് കൈവിട്ടു പോവുകയാണ് ചെയ്തത്. ഡൽഹി പോലീസ് BNS 163 ഒക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. 163 എന്ന് പറഞ്ഞാൽ പഴയ 144. പോലീസുകാർ പല സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തി, പാർലമെന്റ് പരിസരത്ത് മൊത്തം സുരക്ഷ ഉണ്ടാക്കി, മെട്രോ സ്റ്റേഷൻസ് അടച്ചിട്ടു, അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ ഇവര് പരിപാടി ഒക്കെ പ്ലാൻ ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങി എല്ലാവരും. എന്നിട്ട് 20-ാം തീയതി ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ 9 മണിക്ക് ശേഷം ഇവർ ഒരു മനുഷ്യ ചങ്ങല സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇവരുടെ പ്രതിഷേധം പാർലമെന്റിലേക്ക് നീങ്ങാൻ ശ്രമിച്ച സമയത്ത് പോലീസുകാർ തടഞ്ഞു. അവിടെയാണ് ഈ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്. ബാരിക്കേഡൊക്കെ വെച്ചിട്ടാണ് പോലീസുകാർ തടഞ്ഞത്. ബാരിക്കേഡൊക്കെ തമ്മിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് തടയുന്ന പരിപാടികളൊക്കെ പോലീസുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഏറ്റുമുട്ടലിനൊടുവിൽ 2 കൂട്ടർക്കും, CJPക്കാർക്കും അതുപോലെ തന്നെ പോലീസിനും അടിയും ഇടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന വീഡിയോയ്ക്കകത്ത് മൊത്തം ഈ പോലീസുകാർ CJP പ്രവർത്തകരെ, ഈ പിള്ളേരെ അറഞ്ചാൻ പുറഞ്ഞു കൊടുത്തിട്ട് അടിക്കുന്ന അടിയാണ് കാണുന്നത്. കുറെ കന്നം തരും ഈ പോലീസുകാർ കാണിച്ചിട്ടുണ്ട്. ഈ ഡൽഹി പോലീസ് തന്നെയാണോ അവന്മാര് വണ്ടിക്കാളെ ഇറക്കിയാണോ സംശയമില്ലാതില്ല. കാര്യം കുറെ പരിപാടികൾ മഫ്റ്റിയിലൊക്കെ വന്നിട്ട് ഒരു ഷർട്ടും ഇത് ഇട്ടിട്ട് വന്നേക്കാണ്. പോലീസ് ആണെന്ന് ഒന്നും അറിയത്തില്ല, ഒരു വടിയും കൊടുത്ത് ഒരുത്തനെ വിട്ടേക്കുന്നു, അവൻ വന്നിട്ട് അടിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്, വീഡിയോയ്ക്കകത്ത് കാണുന്നത്. ഡൽഹി പോലീസ് പറയുന്നത് അവന്മാരും കല്ലെറിഞ്ഞു, ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് നമ്മൾ അടിച്ചത് എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ വാദം. എന്നാൽ CJPക്കാർ പറയുന്നത് അവര് മാന്യമായിട്ടാണ് ഈ പ്രതിഷേധം നടത്തി മുന്നോട്ട് പോയത്, അവരാണ് ലാത്തി ചാർജ് നടത്തിയത്, അവരാണ് ആദ്യം കണ്ണീർ വാതകം പ്രയോഗിച്ചത്. എന്താണെങ്കിലും ഒരുപാട് നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, പോലീസുകാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, കുറെ ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവരെയൊക്കെ വിട്ടയച്ചു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഈ ഒരു സൻസദ് ചലോ മാർച്ചിന് ശേഷം ആദ്യമായിട്ട് സർക്കാർ ഇവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് BJPയുടെ കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനും കൂടിയായിട്ടുള്ള JP നദ്ദയും അതുപോലെ തന്നെ CJP പ്രവർത്തകരായിട്ടുള്ള സൗരവ് ദാസും അശുതോഷ് റംഗയുമാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. CJPക്കാർ പറയുന്നത് ഇവരാണ് ആദ്യം ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ നന്ദയുടെ വസതിയിലോട്ടാണ് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. രാവിലെ 11:50 തുടങ്ങുന്ന ചർച്ച വൈകുന്നേരം 4 മണിക്ക് എങ്ങാണ്ടാണ് തീരുന്നത്. പല പാർട്ടായിട്ടായിരുന്നു ഈ ഒരു ചർച്ച നടന്നത്. ഈ ചർച്ചയിൽ CJP ഇവർക്കൊരു നിവേദനം എഴുതി കൊടുക്കുകയുണ്ടായി. അതിൽ പറയുന്ന പ്രധാന ആവശ്യങ്ങൾ: 1, സോനം വാങ്ചുക്കിനെ ഉടനെ തന്നെ പുറത്തുവിടണം. 2, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതുപോലെ തന്നെ നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകൾ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യണം. നെക്സ്റ്റ്, ഈ ആത്മഹത്യ ചെയ്ത നീറ്റ് പരീക്ഷാ വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകണം.
അപ്പൊ ഇത്രയും ആവശ്യങ്ങൾ ഈ CJP മുന്നോട്ട് വെക്കുകയുണ്ടായി. ആൻഡ് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം നദ്ദ എന്ന് പറഞ്ഞത് ഇവരുടെ ആവശ്യങ്ങൾ നിവേദനമായി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നേതൃത്വവുമായി ആഭ്യന്തരമായി ആലോചിക്കാൻ സമയം വേണം. അതുപോലെ തന്നെ സമരം അവസാനിപ്പിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ. പക്ഷെ അവരത് അംഗീകരിച്ചില്ല എന്നും പറയുന്നു. ഞാൻ ചർച്ചയ്ക്ക് ശേഷം ഈ ചർച്ചയിൽ പങ്കെടുത്ത CJP പ്രവർത്തകർ പറഞ്ഞത് ആദ്യമായി ഇവർ ചർച്ചയ്ക്ക് വിളിച്ചതാണ്, അതിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ചർച്ച കഴിഞ്ഞതിന് ശേഷവും ഒരു തരത്തിലുള്ള ഉറപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ തുടരുന്നത് വരെ അവർ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നിലവിൽ നടക്കുന്നത്. ഇനി പോലീസ് കാട്ടിക്കൂട്ടിയ കുറെ തോന്നിവാസങ്ങളോടെ നമുക്ക് കാണാം ഇന്നലെ ആ പ്രതിഷേധത്തിനിടയിൽ. എന്തുകൊണ്ട് ഈ പ്രതിഷേധത്തെ നമ്മുടെ ഗവൺമെന്റ് ഇത്ര ഭയക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പ്രകാശ് രാജ് ഇന്നലെ നാണ്ട വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഈ വണ്ടിയുടെ അവസ്ഥ ഇപ്പൊ കാണണം. ഈ വണ്ടി പോലീസ് തല്ലി പൊളിച്ചു. അതോടൊപ്പം സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആത്മോയും ഒക്കെ നിന്ന ലോറിയാണ്. പ്രകാശ് രാജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും പേർ 5-6 മണിക്കൂർ നിന്ന ലോറിയാണ് ഈ വിധത്തിൽ ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഈ ലോറിയുടെ ഉടമ जी आपका नाम क्या है? राम सिंह തന്നെ അതിന്റെ മറുപടി പറയും. कैसे हुआ ये पुलिस ड्राइवर था, ड्राइवर को देखा कि पब्लिक पुलिस लठ चलाने लगे तो ड्राइवर भाग गया. भाग करके बाहर जाके दूसरे फ़ोन से फ़ोन कर रहा, उसका फ़ोन भी कहीं गिर गया. तो उसने बताया कि दूसरे फ़ोन से कि बोला वहाँ तो लठ चल रहा है, मैं तो भाग गया हूँ. वो भाग गया, ड्राइवर पता नहीं. അവർ സമരം നടത്തിയ ആ ഒരു വണ്ടി തല്ലി പൊളിക്കുകയാണ്. ഇനി രണ്ട് വേറെ പരിപാടി കാണിച്ചു തരും. तो जी सर, आपका टैग क्यों नहीं है? आपका टैग किधर है? आपका नेम प्लेट किधर है? प्लीज आंसर अस. അവിടെ വന്ന RFA ജവാന്മാർക്ക് ആർക്കും നെയിം ടാഗ് ഇല്ല. ഇത് നിയമവിരുദ്ധമാണ്. आपका नेम प्लेट किधर है? नहीं ऐसा क्यों सर? हम पीसफुल ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഒരു ബ്ലാക്ക് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ, അവിടെ നെയിം ഇല്ല. प्रोटेस्ट कर रहे हैं. अगर हम आपका नेम टैग नहीं है तो हम यहाँ पे आपको कौन समझेंगे? आप जवान हो या नहीं? आप नॉर्मल कपड़े में हो. കാര്യം അടിക്കാൻ വേണ്ടി നിൽക്കാണ്. അടിക്കുമ്പോ നെയിം തെളിയാൻ പാടില്ല. ഇതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങൾ വിചാരിക്കും വല്ല പിള്ളേരും വല്ല തല്ലാൻ വേണ്ടി നിൽക്കുമായിരിക്കും. ഡൽഹി പോലീസ് ആണെന്നാണ് പറയുന്നത് ഇവന്മാരെ കണ്ടിട്ട്. നോക്കിക്കോ, പോലീസിന്റെ ലാത്തി കയ്യിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇവന്മാര് പോലീസാണെന്ന്. പോലീസ് നോ ഐഡിയ പോലീസാണെന്ന്. ഇനി വല്ല BJP ഗുണ്ടകളാണെന്ന് നമുക്കറിയില്ല. ഈ തടിയൊന്നും പഠിക്കണ്ട മോനെ, തടിയും മുടിയൊക്കെ. പോലീസ് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പിലുള്ള പോലീസുകാരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. വെക്കുന്നില്ല ബാക്കി കഴിഞ്ഞാൽ എനിക്ക് വല്ലതും ഇവന്മാർ അടിച്ചു തരും. വയലൻസ് എന്ന് പറഞ്ഞ് യൂട്യൂബ് എടുത്ത് നമ്മുടെ വീഡിയോ വിളയെ തള്ളും. ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അപ്പം അടിയാണ്. होटल वगैरह हम लोग जा रहे ना, रेलवे स्टेशन मार क्यों रहे? तो जा रहे ना, मार क्यों रहे? मार लो. देखो, देख सकते हो कैसे डंडे घुमा रहे हैं. मैं नहीं डरता भाई. ഒന്നും ചെയ്യുന്നില്ല. അവൻ അതിലെ കൂടെ വീഡിയോ എടുത്തോണ്ട് പോവുകയാണ്, അതിനടിക്കുകയാണ്. मार लो, तुम मार ही सकते हो और कुछ नहीं कर सकते. देखे ना मेरे पे भी डंडे इन्होंने बरसा है. कुछ नहीं कर सकते भाई, हम लोग टेररिस्ट है ना. मैं खुद नागपुर से यहाँ पे प्रोटेस्ट में शामिल होने के लिए आया था. अभी होटल की तरफ. മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഗോദി മീഡിയാസ് ഉണ്ടല്ലോ, അവർ ഫേക്ക് ന്യൂസ്, ഫേക്ക് നറേറ്റീവ്സ് പുറത്തോട്ട് ഇടുകയാണ്. पूरा झूठ नैरेटिव फैला रही है वो औरत. NDTV 10 मिनट से झूठ नैरेटिव फैला रही है. लाइव है ये लोग, बोल रहे शांतिपूर्वक लेके गए. इंस्टाग्राम पे वीडियो देखो, घसीट के लेके गए. इंस्टाग्राम पे वीडियो देखो प्लीज मैम. स्क्रिप्ट मत पढ़ो. मैं देखा आपको स्क्रिप्ट पढ़ रहे थे आप. जो भी है चलने के लिए मत जाओ, बाहर जाओ, बाहर निकलो. അവിടെ നിന്നിട്ട് തെറ്റായ വാർത്തകൾ പുറത്തോട്ട് വിടുകയാണ്. നാഷണൽ മീഡിയസ് ആണ്, NDTV ഒക്കെയാണ് അവിടെ നിൽക്കുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ നിന്ന് രഞ്ജിനി ഹരിദാസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ തിരിച്ചു പോകാനാണ് എൻ്റെ പ്ലാൻ. സോ ഇന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിൽക്കാം. ഐ തിങ്ക് എത്തിയ സമയം തൊട്ട് ഇവിടെയാണ് ഉള്ളത്. ടയർഡാണ്. ഇവിടെ കുറേ നേരത്തെ വെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഡീഹൈഡ്രേറ്റഡ് ആണ് വളരെയധികം. ഇവിടെയുള്ള കുറേ പേര് അവരൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇതിനകത്ത് ഞങ്ങളെ കുറേ പേരെ പ്രൊട്ടസ്റ്റ് ചലോ സൻസദ് എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റിന് വേണ്ടി ലോക്ക് ചെയ്ത് കളഞ്ഞു. ആദ്യം അവർ പ്രൊട്ടസ്റ്റ് ഏരിയ വലുതാക്കി. ആ പ്രൊട്ടസ്റ്റ് ഏരിയ വലുതാക്കിയ ശേഷം പിന്നെ പെട്ടെന്ന് ഇതിനകത്ത് ആൾക്കാർ കയറിയപ്പം അത് പുറകിൽ നിന്ന് വന്ന് ക്ലോസ് ചെയ്തു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിയർ ഗ്യാസിൻ്റെ അറ്റാക്ക് ഒക്കെ ചെയ്ത് ലാത്തി ചാർജ് ഒക്കെ ചെയ്ത് നിങ്ങൾ ആ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇതിനകത്ത് വെള്ളം തന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് റിയലി ലൈക്ക് മേക്കിംഗ് ഇറ്റ് വെരി വെരി ഡിഫറെന്റ്. അതുപോലെ തന്നെ ദിയാസന പുള്ളിക്കാരത്തിയും ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടോ.
അതെ, ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കണ്ണീർവാതകം പ്രയോഗിക്കുകയും എന്തൊക്കെയോ തോക്ക് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. എനിക്കറിയില്ല എന്തെല്ലാം ആവശ്യമില്ലാത്ത അനാവശ്യ കുറേ കെമിക്കലുകളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിലേക്കാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊറിയുന്ന്, നീറുന്ന്, ദേഹമൊക്കെ മാസകലം നീർന്ന് 2-3 വട്ടം വന്ന് റൂമിൽ വന്ന് നിന്ന് കുളിച്ചിട്ടൊന്നും അത് പോകുന്നൊന്നുമില്ല. ഇവിടുത്തെ പോലീസ് ഭയങ്കര ഗുണ്ടകളായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യരെയൊക്കെ ഈ പോലീസ് എടുത്തിട്ട് അടിച്ച് ഉപദ്രവിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ അവസ്ഥ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ്. വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഒരാളിനെയും അക്രമകരമായിട്ട് ഇവിടെ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ വന്ന ഒരാളും തന്നെ ചെയ്യുന്നില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിഞ്ഞൂടെ ഈ പോലീസുകാർ ഇമാതിരി ആക്രമണം നടത്തുന്നത്? വല്ലാത്ത രീതിയിലാണ് ഇവിടെ മനുഷ്യർ. എനിക്ക് അറിഞ്ഞൂടാ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എത്ര മനുഷ്യരാണ് നിരാഹാരം കിടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാവോ? ഇപ്പോഴും ഇവിടുത്തെ അവസ്ഥ ഭയങ്കര സങ്കടകരമാണ്. സോ ഇതാണ് അവിടെ ചെന്ന മലയാളികൾ. ഒരാളുണ്ട് നമ്മുടെ അർജുൻ MP. ഞാൻ എങ്ങനെയോ വീട്ടിലെത്തി കേട്ടാ. ഇന്ന് ഞാൻ ഡൽഹി കണ്ട കാഴ്ചകൾ എൻ്റെ ചോദിക്കരുത്. ഞാൻ 9 മണി രാവിലെ അവിടെ എത്തി. എന്നിട്ട് ഒരു മെട്രോയിൽ നിന്ന് ടിക്കറ്റും എടുത്ത് ഞാൻ ജന്തർ മന്ദറിന്റെ മെട്രോ സ്റ്റോപ്പിൽ അടുത്ത് ഇറങ്ങാന്നും പറഞ്ഞ. പക്ഷെ അവരാണെങ്കിൽ ഒരു 4-5 മെട്രോ സ്റ്റേഷനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊന്നും പോയി ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും ദൂരെ മാറി ഒരു മെട്രോ സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ ഒടുക്കത്തെ ജനക്കൂട്ടം. അവരുടെ കൂടെ പിന്നെ ഞാനും നടന്നേച്ചു. എനിക്ക് വഴി അറിയത്തില്ല. അപ്പൊ അവര് പോകുന്ന വഴി ഞാനും പോയി. അവസാനം ഈ ജന്തർ മന്ദറിന്റെയൊക്കെ അടുത്തെത്താറായപ്പോ ഒരു ചേച്ചിന്റെ അടുത്തിട്ട് വന്ന് പറയുവാണ് അവരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കീറി അവരെ ഇട്ട് തിന്നലിട്ട് വരച്ച് എഴച്ചെന്നൊക്കെ പറയുന്നു. उसमें जो है उसको करंट का शॉट दिया जा रहा है. इतना सा ले रखा है. वो आगे और जो है वो ടീസർ कर रहे हैं क्या वो लोग? അത് കേട്ട് വേറൊരു പയ്യൻ വന്നിട്ട് വീഡിയോ കാണിച്ചത് കേട്ടിട്ട് എനിക്ക് തന്നെ എന്തോണം കയ്പ്. लाठी चार्ज हुई. ठीक है, ये वीडियो है. തലയൊക്കെ പൊട്ടിച്ചടിച്ചിട്ട് ഇത്ര മെനക്കെട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ എത്ര ദൂരം വരെ പോകാൻ പറ്റും അത്ര ദൂരം വരെ പോകുമെന്നും പറഞ്ഞ ആ ക്രൗഡിന്റെ കൂടെ തന്നെ നടന്നു തുടങ്ങിയതാ. കുറച്ചേറെ കഴിഞ്ഞപ്പോ ഒട്ടുക്കത്ത ആൾക്കാര് എന്ന് വെച്ചാൽ തിങ്ങിക്കൂടി നിൽക്കുക. ഞാൻ അവിടെ അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, ബാരിക്കേഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മ ഒട്ടും അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ നെറ്റ്വർക്കും കോൾസും ഒന്നും വർക്ക് ചെയ്യാതെ ഫുൾ ജാമർ ഇട്ട് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വളരെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്താ നടക്കുന്നതെന്നും. ഞാൻ പിന്നെ ദൈവമേ ഏകദേശം ഒരു 5-6 മണിക്കൂർ ഉണ്ടായിരുന്നു ഞാൻ അവിടെ. വൈകുന്നേരം ആയപ്പോ അവര് ചന്നം പിന്നെ വിട്ട് പിള്ളേരായിട്ട് അടിയോടടി. Like I don't know man what these guys are thinking man. They really wanna sort of do damage. വെറുതെ ആൾക്കാരെ നീട്ടി കളയാനല്ലേ പേടിപ്പിച്ചു വിടാവുന്നതല്ല. They really wanna do damage. നെയിം പ്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു അവരുടെ. അത് ഞാൻ രാവിലെ കണ്ടതാ. ഞാൻ പോകുന്ന വഴിയൊക്കെ അവരെ കണ്ട. നെയിം പ്ലേറ്റ് ഒന്നും ഇവർക്കില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും. എനിക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ഇനിയും പ്രൊട്ടസ്റ്റ് വന്നാൽ ഞാൻ പോകും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നലെ അവിടെ നടന്നത്. പിന്നെ ഈ CJP-ക്കാരും അങ്ങോട്ട് കയറി ചൊറിയിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ വാഹനം, ജീപ്പും ബസ്സും ഒക്കെ തല്ലിപ്പൊളിക്കുന്ന വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരങ്ങോട്ട് അടിച്ചിട്ട് ഇത് കുരു പൊട്ടിയിട്ട് ഇവർ തിരിച്ചടിച്ചതാവാനാണ് സാധ്യത. പക്ഷെ ബാക്കിയെല്ലാം വളരെ സമാധാനപരമായിട്ട് നടന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഇവരിത് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ കച്ചകെട്ടി വന്ന ടീമാണ് ഡൽഹി പോലീസ്. കാര്യം നെയിം പ്ലേറ്റ് ഇല്ല, വണ്ടി പലതും ഇവർ തന്നെ തല്ലിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി ഇവരെ അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിനകത്ത് വീഡിയോ ഒന്നും വെച്ചിട്ടില്ല, നമുക്ക് വീഡിയോ ഒന്നും വെക്കാൻ പറ്റത്തില്ല. അത്രയും നല്ല ബ്രൂട്ടലായിട്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. മിണ്ടാൻ പറ്റില്ല. ഞാൻ പറയില്ലേ, നേരത്തെ ഒരു പയ്യൻ ഫോൺ പിടിച്ചോണ്ട് പോയി അവരെ കിട്ടിയ അടി. അതിൽ കൂടെ പോയി കഴിഞ്ഞ അടിയാണ്. മിണ്ടിയാലും മിണ്ടിയില്ലല്ലോ അടിയാണ്. ഇത് എങ്ങനെങ്കിലും ഈ പ്രൊട്ടസ്റ്റ് ഇവരെ അടിച്ച് ഓടിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും ഈ കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. സമ്മർദ്ദം കൂടുകയാണ്. ഗവൺമെന്റിന്റെ മുകളിലുള്ള സമ്മർദ്ദം കൂടുകയാണ്. ഇത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം. അന്നേരം ഇത് എങ്ങനെങ്കിലും ഇവർക്ക് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഗുണ്ടകളെ ഇറക്കിയേക്കാണ്. ലിറ്ററലി ഗുണ്ടകളെ ഇറക്കിയേക്കാണ് ഇവര്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനെ അങ്ങനെ പറയാൻ പറ്റൂല. ആ പേരെടുത്ത് കളയണം. ഇതാണോ ഡെമോക്രസി? ഇത്രയും ചെയ്ത് കൂട്ടിയ ഡൽഹി പോലീസിന് നന്ദി പറയുന്ന അഭിജിത്തിന്റെ വീഡിയോയുടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. जो बच्चों को मारा है, सर फोड़ा है, 12-12 साल की लड़कियों का जो सर फोड़ा है, उसके लिए हम दिल्ली पुलिस का धन्यवाद करते हैं. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല. സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്താനോ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധവും നമ്മുടെ രാജ്യത്ത് അവർ വെച്ച് പൊറുപ്പിക്കില്ല. അവർ ഏത് രീതിയിലും അത് അടിച്ചമർത്താൻ ശ്രമിക്കും. CJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളോടും എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും അവർ ഇപ്പോൾ ഈ നടത്തുന്ന പ്രൊട്ടസ്റ്റ് അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അതിനകത്ത് മെറിറ്റ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് വരാം. ഞാൻ നിലവിൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നെന്തൊക്കെ നടന്നു നോ ഐഡിയ. സോ അപ്പോൾ ശരി.